സ്പോട്ട് ലൈവിന് പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. പ്രായപൂർത്തിയാകാത്ത മകളെ പിച്ചി ചീന്തിയവരെ വെറുതെ വിട്ട കോടതി വിധി കേട്ട് നെഞ്ചുപിടയുന്ന വേദനയോടെ നിന്ന ഒരമ്മ. ആരുടെയും കരളലിയിക്കുന്ന കാഴ്ചയായിരുന്നു കോഴിക്കോട് പോക്സോ കോടതിയിൽ ഇന്നലെ കണ്ടത്. വിചാരണ കാലയളവിനിടെ ഇരയായ പെൺകുട്ടിയുടെ ആത്മഹത്യയും നീതിക്ക് വേണ്ടി അമ്മ നടത്തിയ ഒറ്റയാൾ പോരാട്ടവും കണ്ടതാണ് തേഞ്ഞിപ്പലം പോക്സോ കേസ്. 2017 സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിലാണ് 2 പ്രതികളെയും കോടതി ഇന്നലെ വെറുതെ വിട്ടത്. പ്രതികൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് തെളിവില്ലെന്ന് കോടതി വിധി പ്രസ്താവത്തിൽ പറഞ്ഞു. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, യഥാർത്ഥത്തിൽ ഈ കേസിൽ എന്താണ് സംഭവിച്ചത്? തുടക്കത്തിൽ ഈ കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ പോലീസിന്റെയും CWCയുടെയും ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായെന്ന വലിയ ആക്ഷേപമൊക്കെ ഉയർന്നതാണ്. 2017 ഈ പീഡന കേസ് നടക്കുന്നു. 2018 ഈ വിവാഹ ആലോചനയുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോഴാണ് ആ യുവാവിനോട് പെൺകുട്ടി പീഡന വിവരം പുറത്തു പറയുന്നത്. പിന്നീട് വിചാരണ കാലയളവിനിടെ 2022 പെൺകുട്ടി ജീവനൊടുക്കുന്നു. പിന്നീട് അമ്മ നടത്തിയ ഒറ്റയാൾ പോരാട്ടം. പക്ഷേ നമുക്കറിയാം, ഈ വണ്ടിപ്പെരിയാർ പോക്സോ കേസ് പോലെ ഈ കേസിലും പ്രതികളെ വെറുതെ വിടുന്ന ഏറെ ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഉണ്ടായത്. ആ കേസിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഇത്തരമൊരു വിധി, ഈ പ്രതിഭാഗത്തിന് അനുകൂലമായിട്ടുള്ളൊരു വിധി ആരുടെ ഭാഗത്തുണ്ടായ വീഴ്ച എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്? പ്രോസിക്യൂഷന്റെ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? നിയമവിദഗ്ധർ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്, ഈ കേസിനെ? ടോം, ഈ സൂര്യനെല്ലി മുതൽ വാളയാർ വഴി വണ്ടിപ്പെരിയാർ വരെയുള്ള പല കേസുകളും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. പ്രതികൾ നിഷ്പ്രയാസം രക്ഷപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ നിയമത്തിൻ്റെ പഴുതുകളിലൂടെ അനായാസം ഈ പിഞ്ച് ജീവനുകളെ, പെൺകുട്ടികളുടെ ജീവനെ പിച്ച് ചീന്തുന്ന പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും സൃഷ്ടിക്കപ്പെടുന്നു. അത് നിയമത്തിൻ്റെ തലനാരിഴ കീറി പരിശോധിക്കുമ്പോൾ ആരാണ് കുറ്റക്കാർ, എവിടെയാണ് വീഴ്ച വന്നത് എന്നതൊന്നും കൃത്യമായി നിർവചിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവന്, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ജീവന്, അല്ലെങ്കിൽ അവരുടെ അഭിമാനത്തിനൊന്നും വിലയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരിക. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കേസാണ് തേഞ്ഞിപ്പാലം കേസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഈ കേസിൽ വിചിത്രമായ പല നിരീക്ഷണങ്ങളും ഉണ്ട് എന്നാണ് ഈ കേസ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും സുപ്രധാനമായി ഈ പീഡനം നടന്നു എന്നതിന് തെളിവില്ല എന്നതാണ് ഏറ്റവും പ്രധാന കാരണം. പ്രതികളെ പുറത്തുവിടാൻ, അല്ലെങ്കിൽ പ്രതികളെ വെറുതെ വിടാനുള്ള കാരണമായി കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഇതിൽ പറയുന്ന പ്രധാന കാരണം ഈ അമ്മയും ഈ അതിജീവിതയും ഇരയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ഇരുവരും തമ്മിലൊരു സൗഹൃദം പോലെയുള്ള ഒരു ബന്ധം തന്നെയായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അമ്മയോട് ഈ കുട്ടി തുറന്നു പറഞ്ഞിരുന്നു. അതുകൊണ്ട് പക്ഷേ ഈ പീഡന വിവരം മാത്രം, അല്ലെങ്കിൽ താൻ മറ്റു ആളുകളിൽ വിഷയം മാത്രം അമ്മയോട് എന്തുകൊണ്ട് ഈ കുട്ടി പറഞ്ഞില്ല എന്ന ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം ഈ 2017 മുതൽ പീഡനത്തിന് ഇരയായെങ്കിൽ പോലും ഈ പീഡന വിവരം പിന്നീട് പുറത്തു പറയുന്നത് 2 വർഷത്തിന് ശേഷമാണ്. ഇത്തരമൊരു കാലവിളംബം എന്തുകൊണ്ടുണ്ടായി എന്ന ചോദ്യം പറയുന്നു. നമുക്കറിയാം, സുപ്രീം കോടതികളുടെ വിധി പ്രസ്താവത്തിൽ പോലും ഈ പീഡനത്തിനിരയാവുമ്പോൾ, അല്ലെങ്കിൽ മാനഭംഗപ്പെടുമ്പോൾ, അതിന് ബലാത്സംഗത്തിനിരയാവുമ്പോൾ ഈ കാലവിളംബം എന്നതൊരു പ്രശ്നമായി കണക്കാക്കുന്നില്ല എന്ന് കോടതികൾ പോലും പറഞ്ഞിട്ടുള്ളൊരു സാഹചര്യം. അതുകൊണ്ട് കാലവിളംബം എന്നത് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായതുകൊണ്ട് തന്നെയാണ് കോടതികൾക്ക് ഇത്തരത്തിൽ തെളിവില്ലാതെ കേസ് വെറുതെ വിടേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമുക്കൊപ്പം അതിജീവിതയുടെ അല്ലെങ്കിൽ ഇരയുടെ അമ്മയുണ്ട്. കാരണം അവർ വളരെ നാളുകളായി തന്നെ മകൾക്ക് നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ്. അങ്ങേയറ്റം അവർക്ക് ഞെട്ടൽ നൽകുന്ന ഒരു വിധിയാണ് ഇന്നലെ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തത്. നമുക്കെന്തായാലും അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ഈ വിധിയെക്കുറിച്ചുള്ള അവരുടെ ഒരു പ്രതികരണം എങ്ങനെ വിശ്വസിക്കുന്നു? ഇത്തരം ഒരു വിധിയാണോ ഈ കേസിൽ പ്രതീക്ഷിച്ചിരുന്നത്? അല്ല, ഇങ്ങനൊരു വിധിയാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എൻ്റെ മോൾക്ക് നീതി കിട്ടാത്ത ഒരു സങ്കടം എനിക്ക് നല്ലോണം ഉണ്ട്. അത്രയും ഭയങ്കര വിഷമം, ഭയങ്കര ഷോക്കായി പോയിക്കണം. എന്താ വെച്ചാൽ അത്രയും എൻ്റെ മോള് വേദന സഹിച്ച് എൻ്റെ കുട്ടീനെ അങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ട് എൻ്റെ മോളൊക്കെ ഒരു നീതി കിട്ടണില്ലല്ലോ. ഇത്തരം ഒരു വിധി കോടതിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഈ വിധിയിൽ പറയുന്ന പല കാര്യങ്ങളും, അതിലൊരു പ്രധാന കാര്യമായി പറയുന്നത് അമ്മയുമായി അടുത്ത ബന്ധമാണ് കുട്ടിക്കുണ്ടായിരുന്നത്. പക്ഷേ ഇത്തരമൊരു കാര്യത്തിന് ഇരയായെങ്കിൽ ആ കാര്യം എന്തുകൊണ്ട് അമ്മയോട് പറഞ്ഞില്ല, അമ്മയോട് പറയാതിരിക്കാൻ സാധ്യതയില്ലല്ലോ എന്ന് പറയുന്നു. അതെന്താണ്? ഞാൻ മോളോട് തന്നെ ഞാൻ ചോദിച്ച ചോദ്യമാണ്, എന്തുകൊണ്ട് എന്നോട് പറയാഞ്ഞത് എന്ന്. ഇവരൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടും
പിന്നെ കുട്ടീൻ്റെ മാനസികാവസ്ഥ ആകെ തകരാറിലായിക്കണ്. അപ്പോഴൊക്കെ എൻ്റെ മോള് ഇവലെ സമ്മർദ്ദം കൊണ്ടാണ് എന്തെല്ലാം പറഞ്ഞിങ്ങാണ്ടാണ് എൻ്റെ മോളെ ഭീഷണിപ്പെടുത്തിയെന്ന് അറിയാം. അതുകൊണ്ടൊക്കെ പേടിച്ചിട്ടാണ് എന്നോട് പറയാതെന്നാ പറഞ്ഞത്. അല്ലാതെ എൻ്റെ മോൾ എല്ലാ കാര്യങ്ങളും സ്കൂളിൽ പോയാലും വന്നാലും ഇവിടെ നിന്ന് എന്താരെങ്കിലും കണ്ടാലും ഒക്കെ എന്താ പറഞ്ഞതെന്ന് പോലും പുള്ളി ഇടാതെ എന്നോട് പറയുന്ന കുട്ടിയാണ്. അങ്ങനത്തെ കുട്ടിയാണ് ഇപ്പം ഇത് പോലെ ഭീഷണി കാരണം പറയാതെന്നത്. ഇതെന്താണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞ ശേഷമാണല്ലോ ഈ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു അത് ഈ പ്രശ്നങ്ങൾ തന്നെയാണോ കുട്ടിയെ ആത്മഹത്യ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചെന്ന് കരുതുന്നു? എൻ്റെ മോൾക്ക് എത്രമാത്രം മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാവും. ഇത്രയും എന്നോട് പറയാൻ കഴിയാത്ത വിഷമം വരെ എൻ്റെ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടാവും. അത് ഈ ഫൗമലി എന്ന് പറഞ്ഞ ആ കല്യാണം ഉറപ്പിച്ച ചെക്കനോട് ഓന് കല്യാണം കഴിക്കാൻ പോവല്ലേ എന്നുള്ള ഒരാളെ കിട്ടിയപ്പോൾ ഓനോടാണ് ഈ കാര്യങ്ങൾ മുഴുവനോട് തുറന്ന് പറഞ്ഞ് ഓനോട് പറഞ്ഞപ്പോൾ ഞാൻ ഓൻ ഇന്ന വിവരം അറിയിക്കുകയും ചെയ്ത് ഇന്ന വിവരം അറിയിച്ച പാടന്നെ ഞാൻ മോളോട് ചോദിച്ചു. അന്നപ്പോക്ക് ധൈര്യമായി. എന്നോട് എല്ലാ കാര്യങ്ങളും സത്യം തുറന്ന് പറഞ്ഞ് എന്നിട്ടാണ് ഞാൻ ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കണത്. എന്നോട് എൻ്റെ മോൾ എന്നെ നേരിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു തള്ളക്ക് താങ്ങാൻ കഴിയൂല. അത്രയും മനസ്സ് ഉരുകിപ്പോയിക്കണം. അത്രയും എൻ്റെ മോളെ ഇവരെല്ലാവരും കൂടി ഇത്രയും ഒരാളും അല്ലല്ലോ, എല്ലാവരും കൂടെ ഇങ്ങനെ ഇതാക്കിയെന്ന് പറയുമ്പോൾ ആർക്കാ താങ്ങാൻ പറ്റുക? അപ്പം എൻ്റെ മോൾ എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും. അത്രയും നാള് പറയാതിരുന്ന കാര്യങ്ങളെല്ലാം ആ ഘട്ടത്തിൽ അമ്മയോട് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ മോള് പറയുന്നത്. മോളോട് ഞാൻ ചോദിച്ചപ്പോൾ നീ എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോ, കോമലിനോട് പറഞ്ഞില്ലേ, നീ എന്താണെന്ന് വെച്ചാൽ സത്യമൊക്കെ തുറന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോഴാണ് ഓള് എന്നോട് പിന്നെ പറയാൻ അറിഞ്ഞോ. ഇവരൊക്കെ ആദ്യം മുതൽ ദുരുപയോഗം ചെയ്ത കഥകൾ പറഞ്ഞു. എല്ലാം പറഞ്ഞപ്പോഴാണ് ഇനി സത്യമാണെന്ന് മനസ്സിലായിട്ടാണ് ഞാൻ ചൈൽഡ് ലൈനിൽ വിളിച്ച് പറഞ്ഞതും പിന്നെ അവരൊക്കെ വന്നതും ഒക്കെ. ജഡ്ജിക്ക് ഓള് മൊഴി കൊടുത്തതല്ലേ, പോലീസിന് മൊഴി കൊടുത്തതല്ലേ, കോടതിയിൽ എത്ര പ്രാവശ്യം ഓള് വന്നാണ്. ഈ വിചാരണ ആയ സമയം വെച്ചെങ്ങാണ്ടാണ് ഓളിപ്പോ മരിച്ചത്. ആദ്യത്തെ കോടതിയിൽ മൊഴി കൊടുത്തതാണ് അല്ലേ? രഹസ്യ മൊഴി കൊടുത്തതാണ്. ആ ജഡ്ജിക്ക് നേരിട്ട് മൊഴി കൊടുത്താണ്. ഞാൻ ഉണ്ടല്ലോ കൂടെ അന്ന് കൊടുക്കുന്ന ഉണ്ടായിരുന്നു. അപ്പൊ മൊഴിയുടെ ഒരു അഭാവമല്ല, അല്ലെങ്കിൽ കുട്ടി ഇതൊന്നും പുറത്തു പറയാത്തതല്ല കാരണം. അതൊന്നല്ല പറഞ്ഞിണല്ലോ, പറഞ്ഞിട്ടും പറഞ്ഞിട്ടില്ലാന്നെന്താ പറയണത്? അതാണ് വിഷമം കൂട്ടുന്നത്. ഇതൊക്കെ ഈ ആദ്യകാലത്ത് തന്നെ കുട്ടി പറഞ്ഞപ്പോൾ തന്നെ ഇതെല്ലാം ചൈൽഡ് ലൈനിന്റെ അടുത്ത് അമ്മ തന്നെയാണ് എത്തിക്കുകയും ചെയ്തത്. അതെ, എല്ലാം പറഞ്ഞ് ഇതാക്കിയൊക്കെ ചെയ്തതാ. പക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് മുഖവിലക്കെടുക്കുന്നില്ല. അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് തന്നെ ഇത് പിന്നെ കേസ് ഇല്ലാതാക്കണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? പിന്നെ സിഐയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു വലിയ ഇതുണ്ടായില്ല, അപമാനം ഉണ്ടായില്ല. അത് വലിയ പ്രശ്നമായതാണ് അല്ലെ? യൂണിഫോമിലെത്തി മൊഴിയെടുക്കാൻ വന്ന് അതാണ് ഒന്നാമത്തെ പ്രശ്നം. CI അലവി എന്ന് പറഞ്ഞ പോലീസാണ് അവിടെ വന്നതും ഫുള്ള് പിന്നെ നാട്ടിലുള്ള ആൾക്കാരോട് മുഴുവനും പറഞ്ഞ് പാട്ടാക്കി പോലീസ് യൂണിഫോമിൽ ഈ അന്വേഷിക്കാൻ വരുമ്പോൾ രഹസ്യമായിട്ട് അന്വേഷിക്കേണ്ട കേസ് പോലീസ് യൂണിഫോമിൽ പോലീസ് ജീപ്പിലും വന്നുങ്ങാണ്ട് നാട്ടിലുള്ള എല്ലാവരുടെ അയൽവാസികളുടെ അടുത്തൊക്കെ പോയി നമ്മളെ പറ്റി മോശമായിട്ട് ചിത്രീകരിച്ച് പിന്നെ കുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ആ കുട്ടീനെ കൂടുതൽ വിഷമിപ്പിക്കാനാണ് ഈ പോലീസ് ശ്രമിച്ചത്. എല്ലാ പോലീസുകാരും ഞാൻ ഒന്നടങ്കം കുറ്റപ്പെടുത്തുന്നില്ല. നമ്മളോട് ദ്രോഹം കാണിച്ച ഈ വേശ്യാന്ന് മുദ്ര കുത്തിയിട്ടും അങ്ങനെ പലതും വേണ്ടാത്ത പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ വരെ കുട്ടീനെ വേദനിപ്പിച്ചിന്. അങ്ങനെ വരെ പറഞ്ഞിങ്ങാണ്ട് ഇതാക്കിയതൊക്കെ മൊഴിയിൽ കൊടുത്തതാണ്, മോളെന്നെ എഴുതി കൊടുത്തതാണ്. അതൊക്കെ ജഡ്ജിയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് പക്ഷേ ഈ മരണത്തിലേക്ക് നയിച്ച കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും അന്വേഷിച്ചിട്ടില്ല. പ്രത്യേകിച്ചും ഈ CIയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ നേരത്തെ ACP അന്വേഷിച്ചൊക്കെ കണ്ടെത്തിയതല്ലേ? അതിനെക്കുറിച്ച് ഒരു കാര്യവും ഈ കേസുകളിലൊന്നും ഇതിലൊന്നിലും വരുന്നില്ല. ഇതിപ്പോൾ തുടക്കം മുതലേ ഈ പോലീസിന്റെ ഒരു ഇതുണ്ടാവുമല്ലോ, അന്വേഷണത്തിൽ ഒരു നല്ലൊരു പുരോഗതി ഉണ്ടാവേണ്ടത്. അന്വേഷിക്കേണ്ട രീതിയിലേ അന്വേഷിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനാണോ അന്വേഷിക്കുക? ഇത് കുറ്റം ചെയ്ത പ്രതികളെങ്ങനെ വിടുക, എന്നിട്ട് വേറെയും കുട്ടികൾക്ക് പീഡനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറ്റം ചെയ്ത പ്രതികൾക്ക് തന്നെ പിന്നെ നാട്ടിൽ ഇതുള്ളൂ, നീതിയുള്ളൂ. അല്ലാതെ നീതി കിട്ടേണ്ടവർക്ക് നീതി കിട്ടണില്ല.
ഈ വൈദ്യപരിശോധനയൊക്കെ അന്ന് നടത്തിയതല്ലേ ഈ രഹസ്യം വഴി കൊടുത്തു കഴിഞ്ഞ ശേഷം? ഇല്ല, ഈ കാര്യങ്ങളൊക്കെ ഒരു അഭാവം ഉണ്ടെന്നാണ് അതെ, അഭാവമുണ്ട്. എന്താ വെച്ചാല് പിന്നെ മോളെ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവർ വന്ന് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഞാൻ കൂടെ പോയി. നമ്മൾ രണ്ടാളും കൂടിയാണ് പോയത്. മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കോടതിയിൽ കൊണ്ടുപോയി ജഡ്ജിക്ക് മൊഴി കൊടുത്ത് ഒക്കെ ചെയ്തതാണ്. ഇന്ന് പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ ഉണ്ട്. ഇതൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൊണ്ടു കൊടുക്കേണ്ട കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെ അതിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തി ഇതാക്കിങ്ങാണ്ട് കൊടുക്കാതെ നിന്നിക്കുകയാണെങ്കിൽ കേസ് എന്താവും എന്നുള്ളത് ജഡ്ജിക്ക് കിട്ടൂലല്ലോ. ജഡ്ജിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടണമെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാർ കൊണ്ടു കൊടുക്കണം. അത് കൊണ്ടു കൊടുക്കാത്ത പക്ഷേ എങ്ങനെ ജഡ്ജിക്ക് അതിനൊരു മറുപടി പറയാൻ കഴിയും? ജഡ്ജിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്യേണ്ട കടമകൾ അവർ നിർവഹിച്ചിട്ടില്ല, അതേ ഞാൻ പറയുള്ളൂ. പ്രോസിക്യൂഷന്റെ ഭാഗത്തും അല്ലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും കേസ് വാദിക്കേണ്ടവരും കൃത്യമായി ചെയ്തില്ലെന്ന് തന്നെയാണ്. അതെ, ഈ പ്രോസിക്യൂഷന് നമുക്ക് എന്താണ് ഈ കാര്യങ്ങൾ മുഴുവനും നമുക്ക് പറഞ്ഞു തരാനും അത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ആ വിളിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട രീതിയിൽ പറഞ്ഞു തരാനും മനസ്സിലാക്കാനും കാര്യങ്ങൾ ചെയ്യേണ്ടതൊന്നും അത് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും ശരിയായ നിലപാടിൽ വന്നിട്ടില്ല. ഇന്ന് വരെ അവരെ നമ്പർ നമുക്ക് എന്തെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമ്പർ ചോദിച്ചിട്ട് വരെ എനിക്ക് നമ്പർ കിട്ടിയിട്ടില്ല. കേസിന്റെ ഒരു കാര്യത്തിനും ഇതാവണില്ല. നമ്മൾ കേസ് വിളിക്കും, സമൻസ് വരും, പിന്നെ കോടതിയിൽ ഹാജരാവും. കേസ് കഴിഞ്ഞിട്ടാണെങ്കിൽ പറയും നമ്മൾ ഇങ്ങോട്ട് പോരും. മാറ്റി വെച്ചിണെന്ന് അറിയും. ഇന്ന ദിവസം വന്നാൽ മതി, സമൻസ് വന്നാൽ മതി. അങ്ങനത്തെ രണ്ട് കാര്യങ്ങൾ കേട്ടാൽ അതാണോ സാധാരണ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക? വേറൊരു ആശയവിനിമയം നിങ്ങളുമായിട്ട് ഉണ്ടായിട്ടില്ല ഈ കേസുമായി? ഒരു ചർച്ചയും നടത്തില്ല? കേസിന് പോകും, അവിടെ പോയി കണ്ടു കാണുന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും ഭയങ്കര തിരക്കായിരിക്കും. നേരം ഇതാക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എത്ര നേരത്തെ പോയി കാണെങ്കിലും തിരക്കുണ്ടാകുമ്പോൾ അതുപോലെ ഇത് നമുക്ക് പറഞ്ഞു തരാൻ സമയമില്ല. ഇതിപ്പം ഒരു പ്രതീക്ഷിച്ചിരുന്നോ ഇത്രയും കാര്യങ്ങളൊക്കെ ആയ സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും ഒരു നീതി വരും, അല്ലെങ്കിൽ ഈ മരണത്തെ കുറിച്ചൊക്കെയുള്ള അന്വേഷണമെങ്കിലും? ഇത്രയും എൻ്റെ മോളെ അനുഭവിച്ച ഇത്രയും കേസിൽ എൻ്റെ മോളെ അനുഭവിച്ച കഥകൾ വെച്ച് എൻ്റെ മോൾക്ക് നീതി കിട്ടും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്ര ഒരു തിരിച്ചടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഈ കളി കളിച്ചിങ്ങാണ്ട് പോകുമ്പോൾ പോലീസുകാരുടെ ഭാഗത്തുനിന്നും ഒരു പിന്നെ വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടക്കാതെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരുള്ളൂ. അതാണിപ്പോൾ സംഭവിച്ചത്. അത് വേണ്ട രീതിയിൽ നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ പോരാട്ടം മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? എന്തായാലും മകൾക്ക് മരിച്ച ശേഷമാണെങ്കിലും നീതി വേണം. ഈ കുറ്റക്കാരെ ആ ഒരു പോരാട്ടം ഇനിയും തുടരാൻ തന്നെയാണോ? ഇനിയും നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യുക? എന്താ തെറ്റ് ചെയ്യാത്തവർക്കല്ലേ നീതി കിട്ടേണ്ടത്? അല്ലാതെ തെറ്റ് ചെയ്തോലെ അയച്ചു വിട്ട് വീണ്ടും കുറേ കുട്ടികളെ ഈ ലോകത്ത് മുഴുവനും നടക്കുന്ന പീഡനം മുഴുവനും ഇങ്ങനത്തെ ഇതാണ്. ഈ പിന്നെ ശരിയായ രീതിയിലുള്ള അന്വേഷണം ഇല്ലാഞ്ഞിട്ടും ഇതാക്കിയിട്ടും തന്നെയാണ് പിന്നെയും ആവർത്തിച്ച് വീണ്ടും പല കുട്ടികളും നശിക്കാനിടാവുന്നത് ഇങ്ങനത്തെ പ്രതികളെ വെറുതെ വിടുന്നതുകൊണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടാലും ഇനി അടുത്ത ആൾക്ക് ആവർത്തിക്കരുതെന്നാണ് എല്ലാവരും കരുതുന്നത്. അതന്നെയാണ് ഞാനും പറയുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ മോളോ പോയി, എനിക്ക് ഇനി തിരിച്ചു കിട്ടൂല. ഇനി അവർക്ക് നീതി കിട്ടണം. മറ്റുള്ള കുട്ടികൾക്ക് ഒരു ആപത്തും വരാതെയും കണ്ട് മറ്റുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഇല്ലാതിരിക്കണം. അതിന് ഇങ്ങനത്തെ പ്രതികളെ വെറുതെ വിടാൻ പാടില്ല. ഇനിയിപ്പോൾ മറ്റു കേസുകളും വരാനുണ്ട്, അതിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടോ? ഇങ്ങനെ പോയി കാണുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരെന്നല്ലേ അതിന്റെ റിസൾട്ട് ഇങ്ങനെ കൊടുക്കണേ, എന്താവും എന്നുള്ളാവുമല്ലോ. ഇപ്പൊ സർക്കാർ തന്നെ അപ്പീൽ വേണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ? പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. എപ്പോഴും പോയിട്ട് ഇന്നലെയും ഞാൻ പോയിന് ദീപിനെ കാണാൻ വേണ്ടിയിട്ട്, കണ്ടിട്ടില്ല. ഇപ്പോൾ സ്വന്തം നിലയ്ക്കും ചോദിക്കുന്നുണ്ടോ? ഈ വക്കീലുമാരോടൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ ഈ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അന്വേഷിക്കാൻ? അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഇതിൻ്റെ കുട്ടിക്ക് നീതി കിട്ടേണ്ട വഴിക്ക് എന്താണ്, എങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ അങ്ങനെയൊക്കെ പോകണം എന്നാണ് മനസ്സിലുള്ളത്. ടോമ, ഇതാണ് നമ്മൾ ഒരു അമ്മയുടെ വാക്കുകളാണ് കേട്ടുകൊണ്ടിരുന്നത്. കാരണം കുട്ടിക്ക് ഒരമ്മയ്ക്ക് പുറത്ത് പറയാൻ പറ്റാത്ത വിധം
അതിക്രമങ്ങൾക്കിരയായ കുട്ടിയാണ്. ആ കുട്ടിക്ക് മരണത്തിന് ശേഷമെങ്കിലും നീതി ലഭിക്കുക, അല്ലെങ്കിൽ ആ പ്രതികൾ സ്വസ്ഥതയോടെ സ്വൈരവിഹാരം പുറത്ത് നടത്താതിരിക്കുക, ഇനിയും ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കപ്പെടുക എന്നീ കാര്യങ്ങളൊക്കെ വെച്ചാണ് അവർ ഇത്രയധികം ബുദ്ധിമുട്ടി ഈ കേസിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഒരു തരത്തിലുള്ള ആശയവിനിമയം പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നില്ല. കേസിൽ ഈ പ്രതികൂലമായ വിധിയെത്തിയ ശേഷം പോലും പ്രോസിക്യൂട്ടറെ കാണാൻ പോലും ഈ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് അവർ വ്യക്തമാവുന്നത്. എന്തായാലും സ്വന്തം നിലയിൽ അഭിഭാഷകരെ കണ്ട് ഈ നിയമോപദേശമൊക്കെ തേടി മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനമാണ്. എന്തായാലും സർക്കാർ തന്നെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടുകയും എവിടെയാണ് വീഴ്ച പറ്റിയത്, പ്രോസിക്യൂഷൻ തലത്തിലാണോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണോ, ഈ കുട്ടി തന്നെ ആരോപണം ഉന്നയിച്ച ഉദ്യോഗസ്ഥർക്കടക്കം ഈ കേസിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യപ്പെടുന്ന അത്യന്തം ഗൗരവമുള്ള ഒരു കേസായി ഇത് മാറുകയാണ്. കേവലം ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നതിലപ്പുറം ഈ കുട്ടിയെ പിച്ചു ചീന്തിയ ആളുകളെ സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവരാൻ പര്യാപ്തമായ ഒരു അന്വേഷണം വേണം എന്ന് തന്നെയാണ് നമുക്കും ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. എന്തായാലും സ്വതന്ത്രമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടോം. വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കേസ്, തേഞ്ഞിപ്പലം പോക്സോ കേസിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത് അത് കണ്ടെത്തണം. പ്രോസിക്യൂഷൻ്റെയും പോലീസിൻ്റെയും ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായെന്ന് അമ്മ തന്നെ ആരോപിക്കുന്നത്. തനിക്ക് നീതി ലഭിച്ചില്ലെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇന്നലെ ഈ വിധി കേട്ട ശേഷം തേഞ്ഞിപ്പലം പോക്സോ കേസിലെ ഇരയുടെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ നിയമ പോരാട്ടത്തിൽ ഈ അമ്മ മാത്രമല്ല തോറ്റത്, നമ്മുടെ നിയമവും നിയമ സംവിധാനങ്ങളുമാണ്. ഇവിടെ ആരുടെ ഭാഗത്താണോ വീഴ്ച ഉണ്ടായത് അവർക്കെതിരെ നടപടി സ്വീകരിക്കുക മാത്രമല്ല, ഈ ചെറിയ പ്രായത്തിൽ ക്രൂരമായ പീഡനത്തിനിരയായി പിന്നീട് ജീവനൊടുക്കേണ്ടി വന്ന ആ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കണം.